ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവിടുന്ന് ദാനമായി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഹല്ലേലൂയ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ചിന്തിക്കുവാനിടയായി. ഇന്ന് അതിനാധാരമായിട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതും കർത്താവ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. 44 മുതലുള്ളതായ വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീൻ. ഇങ്ങനെയാണ് പറയുന്നത്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. ആദ്യമായിട്ട് പറയുന്നു നിങ്ങൾ ഉണർന്നിരിപ്പീൻ. രണ്ടാമതായിട്ട് പറയുന്നു നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നമുക്കറിയാം ഒരുങ്ങിയിരുന്നതും ഉണർന്നിരുന്നതുമായ ഒരു കൂട്ടരെക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ, ഈ പുസ്തകത്തിൽ തന്നെ 25-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണ് അവർ സ്വർഗരാജ മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധി ഉള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ വന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ പുറപ്പെടുവീനെന്ന് ആർപ്പ് വിളിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സന്ധ്യയ്ക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്ന് കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. അവർ ഉണർന്നിരുന്നു. ദൈവത്തിന് ഉണർന്നിരിപ്പീൻ. ദൈവത്തിന് നമുക്കറിയാം 10 കന്യകമാരെ, അവർ 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേര് ബുദ്ധിയില്ലാത്തവർ. 10 കന്യകമാരാ ദൈവത്തിന് സ്തോത്രം കർത്താവിനെ കാത്തിരുന്നവരാ. എന്നാൽ ദൈവത്തിന് ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി എണ്ണയെടുത്തു. ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്തവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ. വിളക്കോടുകൂടി എണ്ണ എടുത്തില്ല. അവരുടെ വിളക്ക് കരിന്തിരി കത്തി കെട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എണ്ണയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഉണർന്നിരുന്ന് ഹല്ലേലൂയ കരിന്തിരി കത്തിപ്പോകാതെ കെട്ടുപോകാതെ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായി ദിവസങ്ങൾ. എന്നെ ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയെടുത്തു കൊടുക്കാൻ മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ബുദ്ധിയുള്ളവർ ചെയ്തതുപോലെ നിങ്ങളുടെ വിളക്കിൽ എണ്ണയെടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്ലെ അവർ വിളക്കോടുകൂടി എണ്ണയെടുത്തത് കൊണ്ട് അവർ മണവാളം വന്നപ്പോൾ അവനോടുകൂടെ പോയി എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ അവർ എണ്ണയ്ക്ക് എണ്ണ വാങ്ങിക്കാൻ അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ ഹല്ലേലൂയ വാതിലടച്ചു. ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ഹല്ലേലൂയ അവർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവർ വിളക്കോടുകൂടി എണ്ണ എടുത്തില്ല. അവരുടെ വിളക്ക് കെട്ടുപോയി. അനേകരുടെ വിളക്ക് കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്ക് കെട്ടുപോകുന്ന അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം മടങ്ങി വരിക. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉണർന്നും പ്രാർത്ഥിച്ചും മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുക. നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ. അതിൻ്റെ 19-ാം അധ്യായത്തിലൊരു വാക്യം ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ദൈവത്തിന് സ്തോത്രം ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 19-ാം അധ്യായം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു.
എത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിൻ്റെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുക പ്രിയമുള്ളവർ. എത്രയും പെട്ടെന്ന് കുഞ്ഞാട് നമ്മുടെ കർത്താവ് കടന്നു വരും തൻ്റെ കാന്തയെ ചേർക്കുവാൻ. ഹല്ലേലൂയ. എങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളും കുഞ്ഞാടിൻ്റെ കല്യാണം അടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക. കാന്തൻ വരാറായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റെടുക്കുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുങ്ങിയിരിക്കുക. തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു കാന്ത. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം കാന്തയെ ചേർക്കുവാൻ. കാന്തയെ ആരെ കുറിക്കുന്നു? സഭയാണ് പ്രിയമുള്ളവരെ. വിശുദ്ധിയോടും വേർപാടോടും ദൈവസനിൽ ജീവിക്കുന്ന ദൈവജനം, ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ദൈവത്തിൻ്റെ സ്തോത്രം എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നോ എന്നും എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കിന്നിട്ട് കാണുക, ശുദ്ധവും സുപ്രഭവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ഒരുങ്ങിയിരിക്കണം? ശുദ്ധവും ശുപ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട്, അത് നീതി പ്രവൃത്തിയെ കാണിക്കുന്നതാ. നമ്മൾ ഒരുങ്ങിയിരിക്കണം. പിന്നെ എന്തോ ഹല്ലേലൂയ. അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണോ? നമ്മൾ ഭാഗ്യവാന്മാരെ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കാന്തൻ കടന്നു വരാറായി. ഇങ്ങനെ ഹല്ലേലൂയ അവിടെ എഴുതിയ കർത്താവ് രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ഹല്ലേലൂയ കാന്തൻ വരാറായി. കാന്തൻ നമ്മളെ ചേർക്കുവാൻ ദൈവത്തിന് എത്രയും പെട്ടെന്ന് ഹല്ലേലൂയ ദൈവത്തിന് ഒരുങ്ങിയിരിക്കുന്നവരായി നമ്മൾ എത്ര പേരുണ്ട് പ്രിയമുള്ളവർ. ഇന്ന് രാവിലെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കുഞ്ഞാടിൻ്റെ കല്യാണം അടുത്തുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ കാന്തയും താൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി പ്രിയമുള്ളവരെ. പിന്നെ അവനോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മളെപ്പോലെ ഭാഗ്യപദവി ലഭിച്ചവരാരുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്ന് ഒത്തിരിയിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. 12-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എന്താ ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്? എല്ലാവരോടും സമാധാനം ആചരിക്കണം. ശുദ്ധീകരണം ഹല്ലേലൂയ പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ലെന്ന വിശുദ്ധിയോട് വേർപാടോട് സമാധാനം ഉള്ളവരായി ദൈവസന്നിൽ ഒരുക്കമുള്ളവരായി നമുക്കിരിക്കാം പ്രിയമുള്ളവരെ. നമ്മളെല്ലാവരോടും സമാധാനമായിട്ടിരിക്കണമെന്ന് എന്നിട്ട് പറയുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാണാതെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ദൈവത്തിന് സ്തോത്രം. ആരും ദുർനടപ്പുകാരൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് ഏശാവിനെ പോലെ അവത്തനമായിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ പറയുക, ഈ ദൈവകൃപ വിട്ട് ആരും പിന്മാറിപ്പോകരുത് പ്രിയപ്പെട്ട. നമ്മൾ ഒരുങ്ങിയിരിക്കുക നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. വല്ല കയ്പുള്ള വേര്. ഹല്ലേലൂയ. കയ്പുള്ള വേരെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നത്, സംസാരിക്കുന്നത് കയ്പോട് കൂടെയാണോ പ്രിയമുള്ളവർ? ഇന്ന് രാവിലെ നമ്മളെ ഒന്ന് ശോധന ചെയ്താട്ട്. കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. അനേകം കലക്കമുണ്ടാക്കുന്നവരായിട്ട് ദൈവത്തിന് സ്തോത്രം. തൊട്ടടുത്തിരിക്കുന്നവന് പോലും മനസ്സിലാക്കാതെ കലക്കമുണ്ടാക്കി. ഹല്ലേലൂയ. വിദ്വേഷം പടർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമൂഹത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങിയിരിപ്പീനെന്ന ദൈവവചനം പറയുന്നത്. മലിനപ്പെടുകയും അനേകർ അതിനാൽ മലിനപ്പെടുകയും, കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ആരും ദുർനടപ്പുകാരനോ, ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പുകാരനായി പോകരുതെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരും നമ്മൾ ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ദുർനടപ്പുകാരായി തലമുറകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് തലമുറകൾ ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത് ഏറ്റവും
ഏറ്റവും അത്യാവശ്യമോ, അവർക്ക് വേണ്ടി കരയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രിയമുള്ളവർ, കണ്ണുനീരൊഴുക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. മടങ്ങി വരിക ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ മയക്കുമരുന്നിനും കഞ്ചാവിനും ദൈവത്തിന് സ്തോത്രം അടിമകളായിക്കൊണ്ട് ജനം വല്ലാത്ത ഭക്ഷണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ തന്നെ ഒന്ന് ദൈവസ്ഥനിൽ ശോധന ചെയ്ത് മുന്നേറുവാൻ ഇന്ന് കാലം നമ്മളെ ഒരുക്കിയെടുത്താട്ട് പ്രിയമുള്ളവരെ. എന്നിട്ട് പറയും, ഒരു കോണിൽ ജ്യേഷ്ഠവാശം വിറ്റ് കളഞ്ഞ് ഏശാവിനെ പോലെ അപത്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവിന്. നമുക്കറിയാം ഏശാവിനെ കുറിച്ച്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടെന്ന ഏശാവ് നമുക്കറിയാം. പിന്നെ അവൻ കണ്ണുനീരോട് യാക്കോബിൻ്റെ അടുക്കൽ ചെന്ന് അവൻ അപേക്ഷിച്ചു, കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും അവൻ തള്ളപ്പെട്ടു പോയെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അപ്പം നമ്മൾ ആരും തള്ളപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഒരുങ്ങിയിരിപ്പീൻ. ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങി വിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവം ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുക. നമ്മളെ തന്നെ ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ കൂടി ഒന്നുകൂടി സമർപ്പിക്കാം. ഈ വചനത്തിന് മുമ്പാകെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പിന്മാറ്റത്തിലുണ്ടെങ്കിൽ അവരൊക്കെ മടങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ശക്തരായി ഹല്ലേലൂയ മുന്നേറുവാനിടയാക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.